നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. CPM-നെ സംബന്ധിച്ച് ഇതൊരു നിർണായക തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ച് ഓരോ സീറ്റുകളും വിലപ്പെട്ടതാണ്. അതാണ് ടേം ബോക്സുകൾ പോലും കാറ്റിൽ പറത്തി സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റുകൾ നൽകാൻ പാർട്ടി തീരുമാനിച്ചത്. ആര് മത്സരിച്ചാലും ജയിക്കുന്ന സീറ്റുകൾ ഒഴിച്ചിട്ടുള്ള സീറ്റുകളെല്ലാം സിറ്റിംഗ് MLA-മാർക്ക് സീറ്റുകൾ നൽകാനാണ് പാർട്ടി തീരുമാനം. എന്നാൽ ആര് മത്സരിച്ചാലും ജയിക്കുമെന്നുറപ്പുള്ള ഒരു മണ്ഡലമല്ല ആറന്മുള. അതുകൊണ്ട് തന്നെ അവിടെ 2 തവണ ജയിച്ച വീണ ജോർജ് അത്യന്താപേക്ഷിതമാണ്. വീണ ജോർജിന് പകരമായി മണ്ഡലത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നൊരു നേതാവിനെ കണ്ടെത്താൻ CPM-ന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് മനസ്സിലാക്കിയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മുമ്പേ തന്നെ വീണ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ പേരിൽ ജില്ലാ സെക്രട്ടറി രാജി അബ്രഹാം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശാസന ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും സംസ്ഥാന കമ്മിറ്റിക്കും വീണ ജോർജിൻ്റെ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായമില്ലായിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാവരും കരുതിയിരിക്കുമ്പോഴാണ് ഒരു ബോംബ് പോലെ വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ കത്തിലെ വിവരങ്ങൾ പുറത്തായത്. കുടുംബപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വീണ ജോർജിനെ ഇത്തവണ മത്സരിപ്പിക്കരുതെന്നാണ് ഭർത്താവ് CPM നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച ചേർന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് അപ്രതീക്ഷിതമായ ഈ നീക്കം ചർച്ചയായത്. ചില കുടുംബപരമായ കാരണങ്ങളാൽ വീണ ജോർജിനെ ഇത്തവണ മത്സര രംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്നാണ് ജോർജ് ജോസഫ് പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയുണ്ടായി. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്യുമെങ്കിലും വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായതിനാൽ അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടേതാകും. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നേടാൻ വീണ ജോർജിനോടും ഭർത്താവിനോടും പാർട്ടി നേതൃത്വം സംസാരിക്കുന്ന സംഭവത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട ശേഷമാകും പാർട്ടി തുടർ നടപടികൾ സ്വീകരിക്കുക. തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു വീണ ജോർജ് 2016 ആറന്മുള മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായത്. മുമ്പ് കൈരളി ചാനലിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നൊഴിച്ചാൽ അതിനപ്പുറം പാർട്ടി ബന്ധങ്ങളൊന്നുമില്ലാതിരുന്ന വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം CPM-ന്റെ ചാണക്യബുദ്ധിയായിരുന്നു. UDF സീറ്റായിരുന്ന ആറന്മുളയിൽ ശിവദാസൻ നായരായിരുന്നു MLA. ശിവദാസൻ നായർ ആറന്മുള വിമാനത്താവളത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നു. വിമാനത്താവള വിരുദ്ധ സമരത്തിന്റെ മുൻപണിയിൽ നിന്നിരുന്ന CPM-ന് ആറന്മുളയിൽ കൂടുതൽ ജനപ്രിയത കൈവന്ന നാളുകളായിരുന്നു ഇത്. ഒപ്പം ബാർക്കോഴയിലും സോളാർ കേസിലും പെട്ട് വലഞ്ഞിരുന്ന UDF-നെതിരെ ഒരു വലിയ ജനകീയ മുന്നേറ്റം തന്നെ നടന്ന നാളുകളായിരുന്നു അത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയോട് ഓർത്തഡോക്സ് സഭ ഇഴഞ്ഞു നിന്നിരുന്ന കാലവുമായിരുന്നു അത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഓർത്തഡോക്സ് സഭ നിർണായക വോട്ടുകളുള്ള ആറന്മുളയിൽ ശിവദാസൻ നായർക്കെതിരെ സഭയിൽപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ മണ്ഡലം പിടിക്കാമെന്ന CPM ചിന്തയായിരുന്നു വീണ ജോർജ് സ്ഥാനാർത്ഥിയാകാനിടയാക്കിയത്. CPM ബുദ്ധി ഫലിച്ചു. വീണ ജോർജ് ജയിച്ചു. MLA എന്ന നിലയിൽ വീണ ജോർജ് വിജയമായിരുന്നെന്നാണ് മണ്ഡലത്തിലുള്ളവർ പറയുന്നത്. തുടർന്ന് MLA-യും മന്ത്രിയുമായി. എന്നാൽ മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് ദയനീയ പരാജയമാണെന്നാണ് മണ്ഡലത്തിലുള്ളവരുടെ പക്ഷം. മുൻ ഭരണകാലത്തെ ചെയ്തികളുടെ ദോഷഫലങ്ങളാണ് താൻ അനുഭവിക്കുന്നതെന്നാണ് വീണ ജോർജിൻ്റെയും കുടുംബത്തിൻ്റെയും പരാതി. എന്നാൽ കഴിഞ്ഞ മന്ത്രിസഭയും പിണറായിയുടേതായിരുന്നതുകൊണ്ട് CPM-ന് ഇത് പുറത്തു പറയാനാകുന്നില്ല. ഇതുകൊണ്ട് വീണ ജോർജിനെ തീർത്തും ഒറ്റപ്പെടുത്തുന്നെന്നും എല്ലാ പാപഭാരങ്ങളും വീണയുടെ തലയിൽ കെട്ടിവെക്കുന്നെന്നും പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ലെന്നുമാണ് മന്ത്രിയുടെ കുടുംബത്തിൻ്റെ ആക്ഷേപം. ഒപ്പം ഓർത്തഡോക്സ് സഭയും LDF-നെതിരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. സഭാ നേതൃത്വം ഇക്കാര്യം കൃത്യമായി ജോർജ് ജോസഫിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതുകൊണ്ടൊക്കെ ഇത്തവണ മത്സരിച്ചാൽ തന്നെ ജയം അകലെയാകുമെന്നാണ് വീണ ജോർജിന്റെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അഭിപ്രായം. ഇതാണ് കുടുംബകാര്യങ്ങൾ പറഞ്ഞ മത്സര രംഗത്ത് നിന്ന് പിന്മാറാൻ വീണയെയും ഭർത്താവിനെയും പ്രേരിപ്പിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.